ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ റോൾ മോഡലുകൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാവാം. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന്റെ കൂടെ പുറപ്പെട്ടു പോകുമ്പോ ഉമ്മു ഐമൻ എന്ന സഹാബി വനിതയെ അടുത്തേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഐമൻ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് മുറിവ് പറ്റുന്ന സഹാബത്തിന് വെള്ളം കൊടുക്കാനാ. ആ ഉഹുദിന്റെ യുദ്ധക്കളത്തിൽ വെച്ച് വെട്ടേറ്റ് കൈകാലുകളറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കരയുന്ന സഹാബാക്കൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ നേരെ നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു, അൽമാ, ഉമ്മു ഐമൻ, ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരണം. കയ്യിലുള്ള കൂജയിലെ വെള്ളവുമായി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മുറിവേറ്റ സഹാബത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ഓരോ സഹാബത്തിന്റെ വായിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അത് കണ്ട ശത്രുക്കളിൽപ്പെട്ട ഒരു വ്യക്തി അമ്പെടുത്തെയ്യുകയും ആ അമ്പ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ തുടഭാഗത്തു കൂടെ തുളച്ച് മറുഭാഗത്ത് ചാടുകയും ചെയ്തു. പ്രാണവേദനയോടെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉഹുദിന്റെ മണൽത്തരയിൽ കിടന്നു പടയാൻ തുടങ്ങി. വേദനയുടെ കാലിട്ടടിക്കുന്നതിനിടയിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാന്റെ കാലിന്റെ നെരിയാണിയുടെ ഭാഗത്ത് നിന്നും വസ്ത്രം അല്പം മുകളിലേക്ക് കയറി. ആ വെളുപ്പിലേക്ക് നോക്കി അമ്പെയ്ത ശത്രു ആസ്വദിക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, എന്റെ വേദനകൾ എന്നെ സങ്കടപ്പെടുത്തുന്നില്ല, എന്റെ മുറിവുകൾ എന്നെ വേദനിപ്പിക്കുന്നില്ല. പക്ഷേ പ്രവാചക, ശത്രുവിന്റെ നോട്ടം എന്റെ ഔറത്തിലേക്കാ നബിയെ, എന്റെ നെരിയാണിയുടെ വെളുപ്പിലേക്കാണ് അവന്റെ നോട്ടം. അതുകൊണ്ട് എന്നെ സഹായിക്കണം റസൂലേ. കയ്യിൽ കിട്ടിയ ഒരു അമ്പെടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന സഈദിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഈദ്, ഉമ്മു ഐമനെ നോക്കി ചിരിക്കുന്ന ശത്രുവിന്റെ മാറു നോക്കി എറിയണം. അമ്പ് വില്ലെടുത്ത് എയ്യണ്ട, കൈ കൊണ്ടെറിഞ്ഞാ മതി സഈദ്. പറഞ്ഞു തീരുമ്പോഴേക്കും സഈദ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ള അമ്പെടുത്തെറിയുകയും ആ അമ്പ് ശത്രുവിന്റെ മാറു തുളച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു വീഴുമ്പോ തന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കി ചിരിച്ച ശത്രു മരിച്ചു വീഴുന്നത് കണ്ട് ആത്മാർത്ഥമായി പുഞ്ചിരിച്ച ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാവണം ഉമ്മാരെ, പെങ്ങന്മാരെ, നമ്മളുടെ ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകൾ. ഓരോ രംഗത്തും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വാപ്പ അബൂ സുഫിയാൻ ആയിരുന്നു. ഒരിക്കൽ മദീനയിലേക്ക് കച്ചവടാവശ്യാർത്ഥം വന്നപ്പോ അബൂ സുഫിയാൻ എന്ന വാപ്പ മകളെ കാണാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. വാപ്പ കയറി വരുന്നത് കണ്ടപ്പം ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അകത്തേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ അബൂ സുഫിയാൻ അകത്ത് കയറി ഒരു വിരിപ്പിലേക്ക് ഇരിക്കാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് ആ മകള് പറഞ്ഞു, ലാ യാ അബീ, വാപ്പ ഇരിക്കല്ലേ, നിങ്ങൾ ഇരിക്കാനായിട്ടില്ല വാപ്പ. അത്ഭുതത്തോടെ അബൂ സുഫിയാൻ ചോദിച്ചു, എന്തേ മോളെ? ഓടി വന്ന് അബൂ സുഫിയാൻ ഇരിക്കുന്ന ഇരിപ്പ്, ആ വിരിപ്പിടത്തിൽ നിന്ന് ആ വിരിപ്പ് മടക്കി മാറ്റിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇരുന്നോ വാപ്പ. അബൂ സുഫിയാൻ ഒരല്പം കണ്ണീരോടെ ചോദിച്ചു, മോളെ, വാപ്പയോടുള്ള വെറുപ്പാണോ? ഈ വാപ്പ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ മോളെ? പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഉപ്പ, ഒരു വാപ്പ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഉപ്പ, എന്റെ മുസ്ലിമായ, എന്റെ ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്ന ആ ഒരു വിരിപ്പിൽ മുശ്രിക്കായ പടച്ചറബിൽ പങ്കു ചേർക്കുന്ന നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വാപ്പ. എന്റെ ഭർത്താവ് അതൊരിക്കലും ആഗ്രഹിക്കില്ല വാപ്പ എന്ന് തിരിച്ചു പറയുന്ന സ്വന്തം ഭർത്താവിന്റെ മനസ്സും ഭർത്താവിന്റെ ചിന്തകളും സ്വന്തം നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെടാത്തതൊന്നും, എന്റെ ഭർത്താവിന് താല്പര്യമില്ലാത്തതൊന്നും എനിക്കും വേണ്ടെന്ന് ചിന്തിക്കുന്ന ഉത്തമ സമുദായത്തിലെ റോൾ മോഡലുകളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഓരോ സഹാബാക്കളും. അതോടൊപ്പം തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ജീവിതത്തിൽ അല്ലാഹ് ആറ്റുനോറ്റ് കൊടുത്തൊരു പൈതല് മടിയിൽ കിടന്ന് മരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന അബൂ സലമ ചോദിച്ചു, ഉമ്മു സലമ, നമ്മളെ കുഞ്ഞനെങ്ങനുണ്ട്? മരിച്ച വിവരം പറയാതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, അവൻ ആദ്യത്തേതിനേക്കാളും സമാധാനത്തിലാണ് അബൂ സലമ. തന്റെ മകന് ആശ്വാസമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമാന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും ബെഡിൽ വന്നിരിക്കുമ്പോ ഭർത്താവിന്റെ മാറത്തേക്ക് തലവെച്ച് ഉമ്മു സലമ ചോദിച്ചൊരു ചോദ്യം, അബൂ സലമ, അള്ളാഹു ഒരു സാധനം തന്നാൽ അള്ളാഹു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം ഉമ്മു സലമ. എങ്കിൽ നമ്മളെ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട്. ഒരല്പ നേരത്തേക്ക് അത് സഹിക്കാനാവാത്ത അബൂ സലമ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഉമ്മു സലമ എന്നെ വഞ്ചിച്ചു, അവൾ എന്നോട് അത് മറച്ചു വെച്ചു നബിയെ, നിങ്ങൾ അവളോട് ചോദിക്കണം എന്നെ അവൾ വഞ്ചിക്കാനുള്ള കാരണം എന്താണെന്ന്. ഉമ്മു സലമ റളിയല്ലാഹു തആല അരികിൽ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മു സലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന് ഏത് ഭർത്താക്കന്മാരും ഒരു ഉത്തമയായ ഇസ്ലാമിക സ്ത്രീയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, റസൂലേ, എന്റെ അബൂ സലമ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട് റസൂലേ. പകലന്തിയോളം അദ്ദേഹം കച്ചവടത്തിനിറങ്ങും, തിരിച്ചു വരുമ്പോ പലപ്പോഴും പട്ടിണിയാണ് അദ്ദേഹം. മുടികൾ പാറിപ്പറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷീണിതനായി അങ്ങേയറ്റം സങ്കടത്തോടെ കയറി വരുന്ന എന്റെ ഹബീബായ, എന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായ എന്റെ അബൂ സലമാനോട് ഞാൻ എങ്ങനെയാ റസൂലേ ആ മനസ്സ് ബേജാറാക്കുന്ന ഒരു വർത്താനം പറയാ? അതുകൊണ്ട് അബൂ സലമ കയറി വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നതാ റസൂലേ. ഇതാ ഉമ്മത്തെ ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികൾ.